ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വി കെ ഫോട്ടോഗ്രാഫ്റ്റ്. നിങ്ങൾ കുറച്ച് പേരങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, പുതിയ ഐഫോണുകളൊക്കെ ലോഞ്ച് ചെയ്തു. സോ ഇന്നലെ ആയിരുന്നു ആപ്പിളിൻ്റെ സെപ്റ്റംബർ ഇവൻറ്റ്. അതിനകത്ത് അവർ ഇയർഫോൺസ്, അതുപോലെ ആപ്പിൾ വാച്ചുകളുടെ ഒരു 3 വേരിയൻറ്റ്, അതുപോലെ ഐഫോൺ 17ൻ്റെ ഒരു 4 വേരിയൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് അനൗൺസ് ചെയ്തേക്കുന്നത്. ഇന്നലെ മുതൽക്ക് പ്രീ ഓർഡറിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 19ന് നമുക്കത് അവൈലബിൾ ആയി കിട്ടും. നമ്മളെന്നാൽ ഇവൻറ്റിനെ കുറിച്ച് സംസാരിക്കാനോ അതിനകത്ത് അനൗൺസ് ചെയ്ത പ്രോഡക്റ്റുകളെ കുറിച്ച് സംസാരിക്കാനോ അല്ല വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലായത് കാരണം കൊണ്ട് തന്നെ ഐഫോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി പേര് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈവൻ ചില മൂവീസിലെ സീക്വൻസുകൾ പോലും ഐഫോണിൽ ഷൂട്ട് ചെയ്തതാണ്. സോ ഐഫോൺ 17 സീരീസിലെ 4 മോഡൽസിൻ്റെയും ക്യാമറകളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു ബ്ലൂ വിഷായിട്ട് ഗ്ലോയിങ് ആയിട്ടുള്ളൊരു ആപ്പിൾ ലോഗോ കാണിക്കും. സോ അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഐഫോൺ 17 പ്രോ, ഐഫോൺ എയർ ആൻഡ് ഐഫോൺ 17, പിന്നെ എയർപോർട്ട് 3 ആൻഡ് ആപ്പിൾ വാച്ച് സീരീസ് 11 SE ആൻഡ് അൾട്രാ 3. ഇങ്ങനെ ഇത്രയും ഡിവൈസുകളാണ് ഈ ഒരു ഇവൻറ്റിൽ വന്നേക്കുന്നത്. നമുക്ക് ഐഫോൺ 17 തുടങ്ങാം. സോ ഐഫോൺ 17 നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു ഡിസൈന്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഇത്രയും കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഈ ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. കമ്മിങ് ടു ക്യാമറ, 18 മെഗാ പിക്സലിൻ്റെ ഒരു സെൻട്രൽ സ്റ്റേജ്ഡ് ഫ്രണ്ട് ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. സോ സെൻട്രൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അതാണ്ടോ, ഒരാൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇതാവുന്നു. പിന്നെ 2 സൈഡിൽ നിന്നും 2 ആൾക്കാർ 3 ആൾക്കാർ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതൊരു പോർട്രേറ്റിലോട്ട് മാറുന്നു. ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലാൻഡ്സ്കേപ്പ് ആയിരിക്കും അല്ലേ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോലും നമുക്ക് ഈ ഫോണിനെ ലാൻഡ്സ്കേപ്പായി പിടിക്കേണ്ട ആവശ്യമില്ല, പോർട്രേറ്റ് ആയിട്ട് തന്നെ പിടിച്ചാൽ മതി. ഇതിൻ്റെ സെൻസർ ഒരു സ്ക്വയർ ടൈപ്പ് സെൻസറാണ് വരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എങ്ങനെ എടുത്താലും നമുക്കത് ലാൻഡ്സ്കേപ്പായിട്ട് കിട്ടും. ഡുവൽ റെക്കോർഡിങ്, അൾട്രാ സ്റ്റെബിലൈസേഷൻ, അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ നമ്മൾ നേരെ ബാക്ക് ക്യാമറയിലോട്ട് പോകുമ്പോൾ 2 ബാക്ക് ക്യാമറയാണ് ഇതിനകത്ത് പറയുന്നത്. രണ്ടും 48 മെഗാ പിക്സലിൻ്റെ ക്യാമറകളാണ്. ഒന്ന് മെയിൻ ക്യാമറ, അത് 2x ഒപ്റ്റിക്കൽ സൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 48 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് എയറിനെ ഒന്ന് പരിചയപ്പെടാം. എയർ എന്ന് പറയുമ്പോൾ ഒരു തിന്നസ്റ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. അതൊരു എക്സിക്യൂട്ടീവ് ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18 മെഗാ പിക്സലാണ് ഫ്രണ്ട്, 48 മെഗാ പിക്സൽ ബാക്ക് ക്യാമറ, 4K 60 FPS റൺ ചെയ്യുന്നു. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ അതേ ആ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അടുത്തത് വരുന്നതാണ് നമ്മുടെ ഐഫോൺ 17 പ്രോ സീരീസ്. ഇതിനകത്ത് 2 എണ്ണമാണ്, പ്രോയും പ്രോ മാക്സും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. 90 പ്രോ വെർഷൻ ചിപ്പാണ് റൺ ചെയ്യുന്നത്. സോ നമുക്ക് ക്യാമറയിലോട്ട് കൊടുക്കാം. ഇതിനകത്ത് 3 ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. എല്ലാം 48 മെഗാ പിക്സലാണ് റൺ ചെയ്യുന്നത്. അപ് ടു 8x ഒപ്റ്റിക്കൽ സൂം വരേക്ക് ഇതിനകത്ത് സപ്പോർട്ടബിൾ ആണ്. ഓക്കെ, ഒരു മാക്രോ, അതുപോലെ 13 mm, 24 mm, 28 mm, 35 mm, 48 mm, 100 mm ആൻഡ് 200 mm. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്യാമറ മൊഡ്യൂൾസ് വരുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും 3 ക്യാമറ മൊഡ്യൂൾസ് 48 മെഗാ പിക്സലിൻ്റെ ഫ്യൂഷൻ ക്യാമറകളാണ്. സോ 1x ആൻഡ് 2x 1.78 അപ്പർച്ചറാണ് വരുന്നത്. അതേപോലെ തന്നെ 48 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 13 mm ഫോക്കൽ ലെങ്ത്തിലാണ്. അതേപോലെ തന്നെ 0.5x മാക്രോയും വരുന്നുണ്ട്. അത് 2.2 അപ്പർച്ചറിലാണ് വരുന്നത്. നെക്സ്റ്റ് 48 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറ, അത് 4x ആൻഡ് 8x സൂമിലോട്ട് മൂവ് ചെയ്യുന്നതാണ്. അത് 2.8 അപ്പർച്ചറിലാണ് വരുന്നത്. സോ ഇതിൻ്റെ ഒരു കമ്പാരിസണിലോട്ട് നമുക്ക് കിടക്കാം. ഞാനിവിടെ 3 മോഡലും എടുത്തു വെച്ചിട്ടുണ്ട്. ഡയറക്ട്ലി മൂവിങ് ടു ക്യാമറ. ഓക്കെ, സോ ഈ ഒരു ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. 48 മെഗാ പിക്സലാണ് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത്. ഇവിടെ 3 ക്യാമറാസ് വരുന്നുണ്ട്. സെക്കൻഡ് ജനറേഷൻ സെൻസർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കണ്ടോ, 8x ഒപ്റ്റിക്കൽ സൂം വരേക്ക് സപ്പോർട്ട് ചെയ്യും. ഐഫോൺ എയറിനകത്ത് 2x ഒപ്റ്റിക്കൽ സൂമാണ് വരുന്നത്. ഐഫോൺ എയറിനകത്ത് ഒരു സിംഗിൾ ലെൻസ് ഉള്ളൂ. അത് കാരണം കൊണ്ട് അതിനകത്ത് വൈഡ് ആംഗിൾ ഇല്ല. ഇവിടെ ഒരു വൈഡ് ആംഗിളും 2x ഒപ്റ്റിക്കൽ സൂമാണ് വരുന്നത്. HDR ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാത്തിനകത്തും ഓക്കെയാണ്. മാക്രോ ഫോട്ടോഗ്രാഫി സപ്പോർട്ട് ചെയ്യുന്നത് ഐഫോൺ 17ലും ഐഫോൺ 17 പ്രോയിലും മാത്രമാണ്. പ്രോ സീരീസിൽ മാത്രമാണ് റോ സപ്പോർട്ട് ചെയ്യുന്നത്. നൈറ്റ് മോഡൊക്കെ എല്ലാത്തിലും ഉണ്ട്.
സോ കമ്മിങ് ടു വീഡിയോ റെക്കോർഡിംഗ് 4K 120 FPS വരേക്കാണ് പ്രോ സീരീസിൽ വരുന്നത്. അതേസമയം എയറിനകത്തും 17-നകത്തും 16 FPS വരേക്കാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സിനിമാറ്റിക് മോഡ് 17-ലും പ്രോയിലും സപ്പോർട്ട് ചെയ്യും, പക്ഷേ എയറിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ നേരത്തെ പറഞ്ഞ ഡുവൽ ക്യാപ്ചറല്ലേ, അതായത് നമുക്ക് സെൽഫി എടുക്കാം, ബാക്ക്ഗ്രൗണ്ടും എടുക്കാവുന്ന ഒരു വ്ളോഗിങ് ടൈപ്പ് ഓഫ് സംഭവമില്ലേ, അത് ഈ പറഞ്ഞ എല്ലാ ഫോണുകളിലും സപ്പോർട്ടബിൾ ആണ്. 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ആക്ഷൻ മോഡ് സപ്പോർട്ടബിൾ ആണ്. ആക്ഷൻ മോഡ് എന്ന് പറഞ്ഞു വെച്ചാൽ അൾട്രാ സ്റ്റെബിലൈസേഷനൊക്കെ വരുന്നൊരു മോഡാണ്. പ്രോ റെസൊല്യൂഷൻ വീഡിയോ റെക്കോർഡിംഗ് വിത്ത് 4K 120 ഫ്രെയിം പെർ സെക്കൻഡ് ഓൺലി സപ്പോർട്ട് ചെയ്യുന്നത് പ്രോ മോഡൽസിന് മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നിലും ഈ പ്രോറസ് റെക്കോർഡിംഗ് ഇല്ല. ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ സിനിമാറ്റിക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പ്രോറസ്. നമുക്ക് കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആപ്പിൾ ലോഗ് ഫോർമാറ്റുകളും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് പ്രോ മോഡൽസിൽ മാത്രമാണ്. അക്കാദമിക് കളർ എൻകോഡിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് ഇതിനകത്ത്. പ്രോ സീരീസിൽ സ്ലോ മോഷൻ 4Kയിലും 180pയിലും സപ്പോർട്ട് ചെയ്യും. 120 ഫ്രെയിം പെർ സെക്കൻഡ് 4Kയിലും 240 ഫ്രെയിം പെർ സെക്കൻഡ് 180pയിലും. പക്ഷേ ബാക്കിയുള്ള രണ്ട് മോഡലിലും 4Kയിൽ സ്ലോ മോഷൻ സപ്പോർട്ട് ചെയ്യില്ല. ക്വിക്ക് മോഷൻ്റെ കേസിൽ രണ്ടും 4Kയിൽ സപ്പോർട്ട് ചെയ്യും. 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്നത്. പ്രോ സീരീസിൽ വരുന്ന സമയത്ത് ഇതിനകത്തുള്ള ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ്റെ കേസ് വരുന്നത് സെക്കൻഡ് ജനറേഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് അതിനകത്തുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ്. കമ്മിങ് ടു ഫ്രണ്ട് ക്യാമറ, എല്ലാം 18 മെഗാ പിക്സലാണ്. റൂമേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു 24 മെഗാ പിക്സൽ ആയിരിക്കുന്നതായിരുന്നു, പക്ഷേ 18 മെഗാ പിക്സൽ തന്നെയാണ് എല്ലാത്തിനകത്തും വരുന്നത്. ഇതിനകത്ത് ഒരു വലിയൊരു വ്യത്യാസം ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ഫ്രണ്ട് ഫേസിങ് ക്യാമറയ്ക്കകത്ത് സിനിമാറ്റിക് മോഡുണ്ട് 17-ലും 17 പ്രോയിലും, ബട്ട് എയറിനകത്ത് സിനിമാറ്റിക് മോഡില്ല. അതുപോലെ പ്രോറസ് വീഡിയോസ് 4K 60 ഫ്രെയിം പെർ സെക്കൻഡിനകത്ത് നമുക്ക് പ്രോ സീരീസിൽ നമുക്ക് എടുക്കാൻ പറ്റും. സ്ലോ മോഷൻ 180p 120 ഫ്രെയിം പെർ സെക്കൻഡ് തന്നെ ഉള്ളൂ, 4K ഇല്ല. അത് ബാക്ക് ക്യാമറയ്ക്ക് മാത്രമാണ് ഉള്ളൂ. സോ നമുക്ക് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പോകാം. 3 മോഡലുകൾ അവൈലബിൾ ആയിട്ടുള്ളത് iPhone 17 എയർ ആൻഡ് iPhone 17 Pro. ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 6.9 ഇഞ്ചിൻ്റെ ഒരു സൈസ്, അതാണ് പ്രോ മാക്സ്. പ്രോ എന്ന് പറയുന്നത് 6.3 ഇഞ്ചിൻ്റെ. എയറും iPhone 17-നും 6.5 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. ക്യാമറയുടെ കേസിൽ വരുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് iPhone 17 പ്രോനകത്ത് വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ ഫ്യൂഷൻ ക്യാമറകളാണ് മെയിൻ ക്യാമറ. അൾട്രാ വൈഡ് ക്യാമറ ആൻഡ് ടെലിഫോട്ടോ ക്യാമറ. ഇതിനകത്ത് 8x വരേക്ക് സൂം വരുന്നുണ്ട്. എയറിനകത്ത് ഒരു ക്യാമറയാണ് 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ. ഇവിടെ 2 ക്യാമറ, അതും 48 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും ഒരു മെയിൻ ക്യാമറയാണ് വരുന്നത്. iPhone 17 പ്രോൻ്റെ കേസിൽ വരുമ്പോൾ നമുക്കിവിടെ 8x വരേക്ക് ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. അതേപോലെ തന്നെ 0.5x അൾട്രാ വൈഡും വരുന്നുണ്ട്. എയറിൻ്റെ കേസിൽ അൾട്രാ വൈഡ് ഇല്ല, 2x ഒപ്റ്റിക്കൽ സൂം മാത്രമേ ഉള്ളൂ. 17-ൻ്റെ കേസിൽ അൾട്രാ വൈഡ് വരുന്നുണ്ട്, 2x ഒപ്റ്റിക്കൽ സൂം മാത്രമാണ് വരുന്നത്. ഫ്രണ്ട് ഫേസിങ് ക്യാമറയുടെ കേസിൽ വരുമ്പോൾ എല്ലാം 18 മെഗാ പിക്സലാണ് വരുന്നത്. ഇതിനകത്ത് വലിയൊരു വ്യത്യാസം വരുന്നില്ല. യൂസ് ചെയ്തേക്കുന്ന ചിപ്പിൻ്റെ കേസിൽ വരുന്ന സമയത്ത് 17 പ്രോയിലും എയറിനകത്തും ലേറ്റസ്റ്റ് ആയിട്ടുള്ള A19 Pro വെർഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. 17 നോൺ പ്രോ മോഡലിനകത്ത് A19 ചിപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. പ്രോയും എയറും തമ്മിലുള്ള ഡിഫറൻസിൽ തന്നെ ഒരു GPU കോറിൻ്റെ ഡിഫറൻസാണ് വന്നേക്കുന്നത് ഇത് രണ്ടും തമ്മിൽ. ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് 37 ഹവേഴ്സാണ് പ്രോ മോഡൽസിന് വരുന്നത്. എയറിന് 27, 17-ന് 13 ഹവേഴ്സ്. ആൻഡ് പ്രൈസിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് എല്ലാ ഐഫോൺ മോഡൽസും സ്റ്റാർട്ടിങ് വിത്ത് 256 GB ആണ്. പ്രോ മോഡൽസ് 1,34,900, എയർ സ്റ്റാർട്ട് 1,90,900. അതുപോലെ തന്നെ iPhone 17 സ്റ്റാർട്ട് ചെയ്യുന്ന 82,900. സോ iPhone 17 സീരീസിൻ്റെ ലോഞ്ചിങ് ഇവൻറ്റ് കണ്ട സമയത്ത് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, എക്സ്പെഷ്യലി ഫോർ ക്യാമറ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട്. സോ ഇതെല്ലാം അവരുടെ വെബ്സൈറ്റിൽ ഓൾറെഡി ഉണ്ട്, ബട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയൊക്കെ വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബഡ്ജറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ iPhone 17 Pro. അതാകുമ്പോൾ ഒരു 200mm വരേക്കുള്ള നമുക്ക് ഒപ്റ്റിക്കൽ സൂം കിട്ടും. 14x വരേക്കുള്ള ഡിജിറ്റൽ സൂമും ഉണ്ട്. സോ ഒരു ഫോണിൻ്റെ എല്ലാ യൂസും നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഒരു 200mm ക്വാളിറ്റി ക്യാമറയും കിട്ടും, 48 മെഗാ പിക്സലിൻ്റെ സെൻസർ. അതേപോലെ തന്നെ കുറച്ച് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ iPhone 17. ആൻഡ് iPhone Air എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എനിക്ക് അത്ര ഒരു പോസിറ്റീവായിട്ട് തോന്നിയില്ല. സിംഗിൾ ക്യാമറയാണുള്ളൂ അതിനകത്ത്. സോ അതൊരു ബിസിനസ് ആൾക്കാർക്കും അതുപോലെ തന്നെ കൊണ്ടു നടക്കാൻ ഈസി ആയിട്ടുള്ളൊരു പ്രീമിയം ലുക്കും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഫോട്ടോഗ്രാഫി പെർസ്പെക്റ്റീവിൽ ഇഫ് യു ഹാവ് ബഡ്ജറ്റ് ഡെഫിനറ്റ്ലി ഗോ ഫോർ
iPhone 17 Pro സീരീസ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. See you in next video. Happy shooting. Bye bye.